ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോം ടു ബി കേക്ക് ആയിട്ടാണ്. അപ്പോൾ 2 പേരുടെ മോം ടു ബി ആണ് കേട്ടോ. അപ്പോൾ അവരുടെ 2 പേരുടെയും ഡ്രസ്സിന്റെ കളർ വേണം കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ ലെയർ ഒരാളുടെ ഡ്രസ്സിന്റെ കളറും മുകളിലത്തത് വേറെ ഒരാളുടെ ഡ്രസ്സിന്റെ കളറും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കേക്കിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അപ്പോൾ കുറച്ച് പേര് എന്നോട് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. ഷെയ്മ, നസീമ, മുന്ന, ഷെബി, അമ്പിളി ആൻഡ് ഷിനു. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്സ് ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 kg ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ 1 kg ബാറ്ററും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 kg ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 kg ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കി പൊടികളൊക്കെ ഇടുമ്പോൾ ഇത് അരിക്കാൻ ബുദ്ധിമുട്ടാവും, കാരണം ഒരുപാട് പൊടികളുണ്ടല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 6 വലിയ മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അതുപോലെ ബൗൾ ഇതുപോലെ ചിരിച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ട ബീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനുള്ള ബീറ്റിംഗ് മാത്രം ചെയ്യുക. കൂടുതൽ ഓവർ ബീറ്റിംഗ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാല് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ ഫോൾഡിങ് ചെയ്യരുത്. ഓവർ ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമ്മുടെ 2 kg ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഫുൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് 2 kg കൊള്ളുന്ന മോൾഡാണ്, 10 ഇഞ്ചിൻ്റെ മോൾഡ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ചെമ്പട്ടിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 kg കൂടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഇട്ടിട്ടുണ്ട്. 2 kgൻ്റെയും 1 kgൻ്റെയും വൈറ്റ് ഫോറസ്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി ചെയ്താൽ മതി കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം.
പിന്നെ ഈ ഒരു കേക്കിൻ്റെ സെൻറ്റർ കുഴിഞ്ഞതല്ല കേട്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചറിയാതെ വെള്ളം പോയി. അപ്പോൾ അത് ഞാൻ അവിടുന്ന് എടുത്ത് മാറ്റിയതാണ് സെൻറ്റർ. അപ്പോൾ 2 കേക്കും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രീം എടുക്കാറ് എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മിൽക്ക് മെയ്ഡ് ഇതിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ അതുപോലെ മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് ഒരിത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മാജിക് കളേഴ്സിൻ്റെ നേവി ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. അതും ഒരിത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കളർ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സെയിം കളേഴ്സ് തന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ആഡ് ചെയ്തങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്ലൂ കളർ ക്രീം ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 1 kg ആണ് കേട്ടോ ഈ കേക്ക്. ഇനി നമുക്ക് വലിയ 2 kgയുടെ കേക്ക് ഐസിങ് ചെയ്യാം. ഫസ്റ്റത്തെ ലെയർ വെച്ചെടുക്കാം. എന്നിട്ട് ഇത് ഷുഗർ സിറപ്പ് വെച്ചിങ്ങോട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേക്ക് ഐസിങ് ചെയ്തതിൽ ബ്ലൂ ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീമും അത് കൂടെ ഞാൻ കുറച്ചും കൂടെ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ഓറഞ്ച് റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവും ഓറഞ്ച് റെഡും കൂടെ ചേർന്നാലാണ് ഈ ഒരു കളർ കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ പുറത്തത്തെ ഐസിങ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. മുകളിലത്തെ കേക്ക് വെക്കുമ്പോൾ അടിയത്തെ കേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോണ്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫോണ്ടന്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മാജിക് കളേഴ്സിൻ്റെ നെവി ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രീമിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഐസ് ബ്ലൂവും നെവി ബ്ലൂവും മാറി മാറി നമ്മളിതിലേക്ക് ആഡ് ചെയ്തങ്ങാണ്ട് നമ്മൾ ആ ഒരു ബ്ലൂക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പ്രഗ്നൻറ്റ് ലേഡീൻ്റെ ഷേപ്പിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ബാലൻസ് വന്നിട്ടുള്ള ബ്ലൂ കളർ ഫോണ്ടന്റിലേക്ക് ഞാൻ ഇവിടെ ടൈഗറിൻ്റെ ലിക്വിഡ് കളർ ആയിട്ടുള്ള ഓറഞ്ച് റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രീമിൽ ചെയ്ത മെത്തേഡ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ 2 മോം കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ഫോണ്ടന്റിന് ഒന്നും കൂടെ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീനും കൂടെ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കളറിൻ്റെ കുറച്ച് ഡാർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ബോ ഉണ്ടാക്കിയെടുക്കാം. ബ്രഷിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിൽ. ഇനി നമുക്ക് റിബൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റിബൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും CMC പൗഡർ കുറച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക, ഒരു പിഞ്ച് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ റിബൺ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ കുറച്ച് റൗണ്ട്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള സൈസിലാട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കൂടെ കുറച്ച് ഡിസൈൻസ് കൊടുക്കണം. ഇനി വൈറ്റ് കളറിലുള്ള റൗണ്ടും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് കോഡ്സ് എഴുതുന്നുണ്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഫോണ്ടന്റ് ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്യണം കേട്ടോ. പുറത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് ഡെലിവറി ചെയ്യുന്ന ആ ഒരു സമയത്താണ് കേക്കിലേക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടത്. കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ചെറിയ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലത്തെ വലിയൊരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അടിയത്തെ കേക്ക് 2 kg, മുകളിലത്തെ കേക്ക് 1 kg ആണ്. 1 kg വൈറ്റ് ഫോറസ്റ്റിന് വരുന്നത് 550 രൂപയാണ്.
അപ്പം 3 kgക്ക് 1650 രൂപയാണ് വരുന്നത്. പ്ലസ് 500 രൂപ ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ ഡെക്കറേഷന് മാത്രമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2150 രൂപയാണ് വരുന്നത്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റി കേക്കിൻ്റെ പിക്സും ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സബ്സ്ക്രൈബറുടെ ചാനലാണ്. ക്യൂൻ സ്ക്വയർ എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.